ഇവിടെ ആരെ കാണുന്നില്ലല്ലോ. ചേട്ടോ, ഓ ചേട്ടോ, ഓ ഇവിടെ ആരും ഇല്ല ചേട്ടാ. നീ ആ ചുറ്റിനോ നോക്കിക്ക് അവിടെ ആരെങ്കിലും ഉണ്ടോന്ന്. ഇവിടെ ആരും ഇല്ല, അതുകൊണ്ടാ ചോദിച്ചേ. എടാ ആരും ഇല്ലാത്തടത്ത് വന്നിട്ട് ആരെങ്കിലും ഉണ്ടോന്ന് ചോദിക്കാൻ നിന്റെ തലയ്ക്ക് വല്ല ഓളം ഉണ്ട്. അതല്ല ചേട്ടാ ഞാൻ ചോദിച്ചേ. പിന്നെ ഇത് റൈഫിൾ ക്ലബ് അല്ലേ? അതെ. അപ്പൊ അതിന്റേതായിട്ട് ഒരു ഒച്ചപ്പാടും ബഹളമൊക്കെ വേണ്ടേ? അതാ ചോദിച്ചേ. ആരെ കാണുന്നില്ല. ഒച്ചപ്പാടും ബഹളവും വേണോ ഇല്ലയോ? ആ എന്റെ പൊന്നുമുന്നെ നീ അത് ആദ്യം പിടി. ഏത് പോയാ ഓടരുത്. ഇവിടെ നിക്കടാ. എന്താ? ആരാടാ നീ? എന്തുവാടാ നിന്റെ പേര്? ധനുമാസത്തിൽ ശാന്തൻ. ബാക്കി മാസം നിനക്ക് എന്നാടാ ദേഷ്യമാണോ? അതല്ല പേരാ പറഞ്ഞേ. ധനുമാസത്തിൽ ശാന്തൻ. ശാന്തൻ എവിടുന്ന് വരുന്നു? ഞാൻ കൊളക്കടവീന്ന് വരുവാ. കൊളക്കടവിന്ന് വരാൻ നീ എന്നാടാ ബാർസോപ്പ്? അല്ല പാത. ഞാൻ താഴത്തെ കൊളക്കടവീന്ന് വരുവാന്ന്. എവിടുന്നാ? താഴത്തെ കൊളക്കടവ്. നീ ഒന്ന് പിടിച്ചേ. എന്നാ എന്റെ പൊന്നെണ്ണ ഒരു അബദ്ധം പറ്റിയതാ സത്യം. വീഡിയോ എടുത്തു എന്നുള്ളത് നേരാ, പക്ഷെ ഡിലീറ്റ് ആയി പോയി. ഏത് കാര്യ പറഞ്ഞേ? മറ്റേ ശാന്തയുടെ ഭർത്താവല്ലേ? അല്ല എനിക്ക് അവരൊന്നും അറിയത്തില്ല. പിന്നെ നീ കൊളക്കടവിന്ന് വരുമെന്ന് പറഞ്ഞു. ഞാൻ താഴത്തെ കൊളക്കടവ്. ഞങ്ങളുടെ സ്ഥലപ്പേര് പറഞ്ഞതാ. തോക്കടാ. ആര് പറഞ്ഞിട്ട് വരുവാടാ നീ? ഞാൻ പാലെന്ന് പാപ്പം പറഞ്ഞിട്ട് വരുവാ. അത് പറയുമല്ലോ. പിന്നെ പാപ്പം പാലും കൂട്ടി തിന്നു വലിയ ചെയ്യുന്നു. അതല്ലെന്ന്. പിന്നെ പാലെന്ന് പാപ്പച്ചെന്ന് പറഞ്ഞ ഒരാൾ ഫോൺ വിളിച്ചായിരുന്നു. എന്നിട്ട് എന്നാ പറഞ്ഞേ? ഹലോ എന്ന് പറഞ്ഞു. നിങ്ങൾ എന്താ പറഞ്ഞേ? ഞാനും പറഞ്ഞു. എന്ത്? ഹലോ എന്ന് പറഞ്ഞു. കഷ്ടമുണ്ട്, പ്ലീസ്, കഷ്ടമുണ്ട്. എന്റെ പൊന്നുമോനെ, എടാ എനിക്ക് അറിയത്തില്ല. നീ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ലടാ. പാലയിൽ നിങ്ങൾക്ക് ഒരു കൂട്ടുകാരനുണ്ടോ? ഉണ്ട്. ആ പുള്ളി പറഞ്ഞിട്ട് വരുവാ. ഈ എടാ പാലേന്ന് പാപ്പം പറഞ്ഞിട്ട് വരുവാ. അത് തന്നെ. ഇത് പറയണ്ടടാ നീ ആദ്യം. അത് നീയാണ് ആ കല്യാണ പയ്യനല്ലേ? എന്റെ പൊന്നു മാഷേ, എനിക്ക് കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വേട്ടക്കാരനായേ പറ്റൂ. അതിനാടാ നീ വേട്ടപ്പട്ടിയാണോ കല്യാണം കഴിക്കാൻ? അതല്ലെന്ന്. പിന്നെ പെണ്ണിന്റെ അച്ഛന് ഒരേ ഒരു നിർബന്ധം, ഒരു വേട്ടക്കാരനെ കൊണ്ട് മാത്രമേ കല്യാണം കഴിപ്പിക്കത്തുള്ളൂ. എന്തിന്? അത്രയ്ക്ക് ധൈര്യം വേണം. ധൈര്യം? ഒരു ധൈര്യം നിൽക്കുന്നുണ്ടോ? ചോദിച്ചിഹ്നം പോലെ. പോടാ കിഴങ്ങായിരുന്നു. പോടാ അവിടെ. എന്റെ പൊന്നാശാനെ എങ്ങനെയെങ്കിലും എന്നെ പഠിപ്പിക്കുക. കഷ്ടമുണ്ട്, പ്ലീസ്. എടാ ഞാനാരാന്നറിയാവോ? ഇല്ല. എന്റെ പേരെന്താണെന്നറിയാവോ? ഒട്ടും അറിയത്തില്ല. ഞാനാണ് പുലിമുറ്റത്തിൽ ചാണ്ടി. അപ്പൊ വീടിന്റെ മുറ്റത്ത് പുലിയൊക്കെ വരുമോ? വരുവോന്നു? കഴിഞ്ഞ ആഴ്ച കൂടെ വീടിന്റെ മുറ്റത്ത് പുലി വന്നിട്ട് പോയതേ ഉള്ളൂ. എന്നിട്ട്? പക്ഷെ എനിക്കൊന്നും സംഭവിച്ചില്ല. അതിനാ ഞാൻ അവിടെ ഇല്ലായിരുന്നു. അടിപൊളി. കുഞ്ഞമ്മയുടെ മോടെ കല്യാണത്തിന് പോയേക്കും. സത്യം പറഞ്ഞാൽ നിങ്ങളെ ആരാ വേട്ടക്കാരനാക്കിയത്? അച്ഛൻ. എന്റെ അച്ഛൻ ആരാണെന്ന് നിനക്കറിയാവോ? ഇല്ല. അച്ഛൻ അറിയത്തില്ല. അമ്മയോട് പോയി ചോദിച്ചാലല്ലേ അറിയത്തില്ല. എന്നോട് ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞേ. എടാ എന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ധൈര്യശാലിയായിരുന്നു. അതിന് പിന്നെ ഭയങ്കര പുള്ളിയായിരുന്നു പുള്ളി. അത് കണ്ടോ, മൃഗങ്ങളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുള്ള ആളാണ് എന്റെ അച്ഛൻ. അതെന്നെ ഒരു സിംഹത്തിന്റെ ഫോട്ടോ? അതെന്റെ അച്ഛനെ എടുത്ത സിംഹത്തിന്റെ ഫോട്ടോ. അച്ഛനെടുത്ത സിംഹവും? അച്ഛനെ കാട്ടിപ്പോയി ഒരു ദിവസം പുള്ളിമാനോട് ഫോട്ടോ എടുക്കാൻ വേണ്ടി. അച്ഛനെ കണ്ടത് പുള്ളിമാൻ ഒറ്റ ഓട്ടം ഓടും. അച്ഛൻ വിട്ടില്ല. അച്ഛൻ പുറകെ ഓടി. ഓടിട്ട് മാൻ ഓടുന്നു. അച്ഛൻ കൂടെ ഓടുന്നു. ഓടണം. മാൻ ഓടിച്ചെന്ന് മാന്റെ കുട്ടി കയറി. അച്ഛൻ ഓടിച്ചെന്ന് സിംഹത്തിന്റെ കുട്ടി കയറി. അതിന് അച്ഛൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ വെച്ചേക്കില്ല ഫോട്ടോയാ. ഈ സന്ദർഭത്തിൽ ചോദിക്കാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞൂടാ. ചോദിക്കണം, അല്ലെങ്കിൽ അടുത്ത ഷെഡ്യൂളിൽ വീട്ടിൽ ഇരിക്കത്തതേ. ഞാൻ പറഞ്ഞത് ഞാൻ അതല്ല പറഞ്ഞത്. എങ്ങനെങ്കിലും ഒന്ന് വേട്ട പഠിപ്പിക്കോ പ്ലീസ്. അച്ഛനെ ഒരു റൈഫിൾ ക്ലബ് എന്നൊക്കെ പറയുമ്പോ ആൾക്കാർ പേടിക്കുന്ന പേര് വേണ്ട ഇടാൻ. ഈ ആതിര ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ ഇട്ട ആരെയും പേടിക്കൂ? എന്റെ പൊന്നുമോനെ, എനിക്ക് ആകെ പേടിയുള്ളൊരു പേരാണ് ആതിര. എന്റെ ഭാര്യ. അവളെ കാണുന്നതും ആ പേര് പറയുന്നതും എനിക്ക് പേടിയാടാ. ഇന്നത്തെ കാലത്തും ഇങ്ങനെ ഭാര്യമാരെ പേടിക്കുന്ന ഭർത്താക്കന്മാരുണ്ടോ? ഈ കല്യാണം കഴിച്ചോ? കല്യാണം കഴിച്ചിട്ട് നമുക്കൊന്ന് കാണണം കേട്ടോ. അച്ഛനെ അത് ഇതും പറയാതെ തോക്കിപ്പെടുത്ത് തരാൻ പറ്റൂ? മുട്ടുകാരി എന്തെങ്കിലും എന്തിന്? തോക്കെല്ലാം കാണാൻ എടുത്ത് വെച്ച തോക്കി പെടുത്തുമല്ല, ആ തോക്ക് ഇങ്ങനെ എടുത്തു തരുമെന്ന് എനിക്ക് വെടിവെക്കാൻ. എടാ അങ്ങനെയെങ്കിലും തോക്കെടുത്ത് തരാൻ പറ്റത്തില്ല. പിന്നെ തോക്ക് കൈവശം വെക്കണമെങ്കിൽ ലൈസൻസ് വേണം. അച്ചൂടാ, ലൈസൻസ് ഇല്ല. എന്റെ ആധാർ കാർഡ് ഉണ്ട്, അത് മതിയോ? എന്തിനാ ഉണ്ടേം തോക്കോടെ ലിങ്ക് ചെയ്യിക്കാൻ? എന്റെ ഉള്ളതല്ലേ തരാൻ പറ്റൂ. അയ്യോ, നിനക്ക് ലൈസൻസ് വേണോന്നല്ല പറഞ്ഞു. പിന്നെ എടാ തോക്ക് കൈവശം വെക്കണമെങ്കിൽ തോക്കിന് ലൈസൻസ് വേണം. തോക്കിനല്ല ലൈസൻസ് വേണ്ടത്, പിന്നെ ഉണ്ടയ്ക്കാണ് ലൈസൻസ് വേണ്ടത്. ഉണ്ടല്ലേ അച്ഛനെ സ്പീഡിൽ പോന്നെ, അപ്പൊ ഉണ്ടയ്ക്കല്ലേ ലൈസൻസ്. തലമണ്ട അടിക്കാൻ പൊടിക്കും കേട്ടോ. നിങ്ങൾ എന്നെ തല്ലൂ? നിങ്ങൾ എന്നെ തല്ലുമെങ്കിൽ എനിക്ക് ഇവിടെ പഠിക്കണ്ടേ? പിന്നെ എന്റെ 1ാം ക്ലാസ്സിലുണ്ടല്ലോ ടീച്ചർ തല്ലിയാ ഞാൻ പഠിപ്പ് നിർത്തിയത്. നിങ്ങൾ പോടാ, നീ വന്നേ. അതിനാ നീ അങ്ങനെ പോയാലോ? അതിനാ ഇത്രയും നേരം ഇവിടെ പഠിച്ചതിന്റെ പൈസ വെച്ചിട്ട് പോയാൽ മതി. നിങ്ങൾ എന്താ പഠിപ്പിച്ച്? ഞാൻ ഇത്രയും കഥ പറഞ്ഞില്ലേടാ. അതൊരു കുറച്ച് കഴിയുമ്പോ അറിയാം. കഥ പറഞ്ഞാൽ നീ പൈസ തരത്തില്ലേ? എന്റെ ഇല്ലല്ലോ. എടാ നിന്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കണമെന്ന് എനിക്ക് എങ്ങനെയാണെന്ന് അറിയാം. അന്നാ ഒന്ന് മേടിക്കേ. ഒരു വേട്ടക്കാരനാവാമെന്ന് നീ വേട്ടക്കാരനായല്ലോടാ. ആരെങ്കിലും ചോദിച്ചാലേ ആ വെടി നീ വെച്ചാന്ന് പറഞ്ഞാ മതി.
ആ ക്രെഡിറ്റ് നിനക്കിരിക്കട്ടെ. ആശാനെ ഓടാ. ഷൈൻ ആൻഡ് ശരത് രണ്ടുപേരും ഷൈൻ ചെയ്തു. ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു കേട്ടോ പെർഫോമൻസ്? എക്സലന്റ് എനർജി. ശരത് ആൻഡ് ഷൈൻ സൂപ്പർ എനർജി, നല്ലൊരു എനർജി ആയിരുന്നു. ഒരു സൂപ്പർ ഓളുണ്ടാക്കി നിങ്ങൾ. എന്തായാലും നമുക്ക് നോക്കാം എത്ര ചാർജ് ആയിട്ടുണ്ട്. യെസ് നോക്കാം. അഖിൽ, ശരത് ബ്രോയുടെ സ്കിറ്റ് കളിക്കുന്ന കാണുമ്പോഴേ നമുക്ക് കൊതി തോന്നുന്നു. അതായത് നമ്മൾ ഈ ഇങ്ങനെ കുറെ നാള് കൊണ്ട് നമ്മൾ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാള് വന്ന് പെർഫോം ചെയ്യും പോലെ തോന്നി. അതിപ്പോ ഒരു പുതിയ ആൾക്കാരാണെന്നോ അങ്ങനെ ഒന്നും ഫീൽ ഇല്ല. കുറെ കൗണ്ടർ ഉണ്ടായിരുന്നു. ഞാൻ തങ്കച്ചനോട് ഇപ്പൊ ഇവിടെ പറഞ്ഞത്, ഇപ്പൊ തങ്കച്ചൻ ഇപ്പൊ ടേക്ക് എടുക്കാൻ ആക്ഷൻ പറയുന്നത് മുന്നേ പറഞ്ഞു ഉമ്മ എവിടെ നിന്നാണ് ഈ പുതിയ കൗണ്ടർ എടുത്തോണ്ട് വന്നത്? എവിടെ സ്ഥലം എവിടെയാ നിങ്ങളുടെ? എന്റെ സ്ഥലം നൂറിനാട്. നൂറിനാട്. ഷൈൻ്റെ അടൂര്. ആ അപ്പൊ ആ ഭാഗത്തു നിന്നാട്ടോ. കേട്ടിട്ടില്ലാത്ത തമാശകള്. അതെ, നോൺ സ്റ്റോപ്പ്. അടിപൊളിയാണ്, സൂപ്പറായിരുന്നു രണ്ടുപേരും. ഗംഭീരം. എന്ത് ചെയ്യുന്നു ശരിക്കും? ഞാൻ സത്യം പറയാ ആർട്ടിസ്റ്റ് പറയാ നാടൻ പാട്ടുണ്ട്, പിന്നെ കൈവേല, അങ്ങനെ വേല പരിപാടി. കാരണം കൈവേല എന്ന് പറയുമ്പോ കുരുത്തോല കൈവേല അങ്ങനെ ഉണ്ട്. ഈ അമ്പലങ്ങളിൽ അങ്ങനെ ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് ഇപ്പം നമ്മൾക്കിപ്പോ നമ്മുടെ കഴിഞ്ഞ മകരമാസത്തില് നമ്മുടെ ശബരിമലയിൽ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ശബരിമലയില് ചെയ്തിരുന്നു. ആ മകരവിളക്കിന്റെ ആണ്. ആഹാ കൊള്ളാം. ഇവിടെ വരുമ്പോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്ത് വരണ്ടായിരുന്നോ? ശ്വേത ചേച്ചിക്ക് ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. അമ്പടാ കള്ള വീരാ. ശ്വേത ചേച്ചിക്കാണോ കൊണ്ടുവന്നേ? ഒരു തൊപ്പി, കൈവേല വെച്ച് തൊപ്പി. ഓടിപ്പെടുത്തിട്ടോ. ചേച്ചി തൊപ്പി തരൂ. ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. പനയോല രാജ്ഞി. ഇനി വരുമ്പോ ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ ഞങ്ങൾക്കും കൊണ്ടുവരണം. തീർച്ചയായിട്ടും. അല്ല ഒരു ഓലയുടെ ഒരു പരിമിതി, അല്ലെങ്കിൽ ചേച്ചിക്ക് ഒരു ബൊക്ക കൊടുക്കണമെന്നായിരുന്നു ഭയങ്കര വലിയൊരു ബൊക്ക. അല്ല വരേണ്ടി വരും. ഇനി അടുത്ത് ബൊക്ക ഞങ്ങൾക്കൊരു ചക്കയെങ്കിലും തരും. തീർച്ചയായിട്ടും എല്ലാവർക്കും അടുത്തോട്ട് വരുമ്പോ എല്ലാവർക്കും കൊടുക്കും. അപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്ത സ്കിറ്റ് എത്രത്തോളം ചാർജ് ആയെന്നുള്ളത് നമുക്ക് നോക്കണ്ടേ? തീർച്ചയായിട്ടും നോക്കട്ടെ. പിന്നെ ഓക്കെ ബാ. അയ്യോടാ, എന്ത് തോന്നുന്നു? എക്സ്പെക്ട് ചെയ്തിരുന്നോ? സത്യമായിട്ടും ഇല്ല. ഇല്ല ഒരിക്കലും ഇല്ല. പക്ഷെ നിങ്ങളുടെ കൗണ്ടേഴ്സ് ഭയങ്കര അടിപൊളിയായിരുന്നു. മണി 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 പോലെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. സന്തോഷായില്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഇനിയും അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത് മുന്നോട്ടേക്ക് വരാം. പറഞ്ഞോളൂ ചേട്ടാ. എനിക്കൊരു വൈഫുണ്ട്, 2 മക്കളുണ്ട്. അപ്പം പുള്ളിക്കാരി എപ്പോഴും ചോദിക്കും, ഇതിന്റെ പുറകെ നടന്നിട്ട് നമുക്ക് എന്തെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും എത്തിപ്പെടുവോ? കാരണം അറിയാം, അച്ഛൻ ജോലിക്കാരനാണ്, അമ്മയും ജോലിക്കാരാണ്. അമ്മ BSL ആയിരുന്നു, അച്ഛൻ എയർഫോഴ്സ് ആയിരുന്നു. അപ്പം ഞാൻ മാത്രം എന്താണ് ഇങ്ങനെ എന്നൊരു ചോദ്യം ഇവരുടെ മുമ്പിൽ പലരും ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം കല്യാണം കഴിഞ്ഞ 2 മക്കളും ഉണ്ട്. ഇവനെന്താ ചെയ്യുന്നത്? ഇവനിപ്പോഴും സ്റ്റേജ് പരിപാടിക്ക് പോവുക, അവൻ പരിപാടി കളിച്ച് നടക്കുക. നമുക്കും അത് കേൾക്കുമ്പോൾ നമുക്കും ബുദ്ധിമുട്ടാണ്. മനസ്സിലായി. പക്ഷെ ഇതിപ്പോ കാണുന്നവർക്ക് മനസ്സിലാവും, നമ്മൾ 30 ദിവസം കൊണ്ട് പണിയെടുക്കുന്നത് ചിലപ്പോൾ ഒരു സ്കിറ്റ് കൊണ്ട്, ചില 6 മിനിറ്റ് കൊണ്ട് നമുക്ക് സാധനങ്ങൾ ഒപ്പിക്കാൻ പറ്റും. ഇല്ല അങ്ങനെ ചോദിച്ചില്ലേ മോനെന്താ ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചവർക്ക് എല്ലാവർക്കും മറുപടി ഉടനെ തന്നെ കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഇത് ചെയ്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇനി അടുത്ത സ്കെഡ്യൂൾ വരുമ്പോ വരത്തില്ലയോ? അതിന്റെ ഉള്ളിൽ 3 മിനിറ്റിനുള്ളിൽ ഇതിലും വലിയ എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ 50,000 വരെ എത്തും. അത് കഴിഞ്ഞ് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ 75,000 രൂപ വരെ കിട്ടും. ഇതൊക്കെ ഇവിടെ പറയുന്നുണ്ടെങ്കിലും അളിയാ ഷൈൻ ചെയ്യണം. ഒരു സൈഡിൽ കിടന്ന് തിളങ്ങിക്കൊണ്ടിരിക്കാന്ന് അറിയാം. എന്താ ചെയ്യുന്നേ? ഞാൻ പെയിന്റിംഗ് ആണ്. ഓക്കെ. അപ്പൊ വീട്ടിലും നാട്ടിലും എല്ലാവരും ഞങ്ങളുടെ അന്വേഷണമൊക്കെ പറയണം. അടുത്തവിടെ ഉഷാറായിട്ട് വരണം. പക്ഷെ അടുത്ത പ്രാവശ്യം വരുമ്പോ ഞങ്ങൾക്ക് കുറച്ചുകൂടെ എക്സ്പെക്ടേഷൻ ഹൈ ആയിരിക്കും. മാക്സിമം ശ്രമിക്കും. ശരി.